ഹായ് ഗായ്സ്, ഇത്ര ഫാറ്റി ആയിരുന്നു ഞാൻ എങ്ങനെയാണ് സ്ലിം ആയതെന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വണ്ണം കുറച്ച് സ്ലിമ്മായി നല്ല ഷേപ്പായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഈ ഒരു രൂപത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് സാധിച്ചത്. ഒന്നും സിമ്പിളല്ല. നമ്മൾ വിചാരിക്കും പട്ടിണി കിടന്നാലും ഫുഡൊക്കെ ഒഴിവാക്കിയാലൊക്കെ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് കൊണ്ടുവരാമെന്ന്. പക്ഷെ വെറുതെയാണ് കഷ്ടപ്പാട്. നിർബന്ധമായിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. കുറേ കാര്യങ്ങൾ ഒഴിവാക്കണം, കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമ്മളൊരു ഈ രീതിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സാധിക്കുള്ളൂ. എല്ലാറ്റിനുപരിയായിട്ട് എനിക്ക് സപ്പോർട്ട് തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളോ ഒന്നും മര്യാദക്ക് ക്ലിയർ ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹസ്ബൻഡിൻ്റെ ഇത്രയും വിലയേറിയ സപ്പോർട്ട് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എല്ലാ കാര്യത്തിനും മോട്ടിവേഷൻ തരാനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരേ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അത് ഇത് ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജിമ്മിൽ പോകാൻ തന്നെ കാരണം പുള്ളിയാണ്. പുള്ളിയുടെ മോട്ടിവേഷനും പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷനും കണ്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് തടി കുറച്ച് നല്ല രീതിയിൽ ഷേപ്പാക്കി എടുക്കണം എന്നുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ പോയത്. പിന്നീടാണ് ഞാൻ ഇതൊരു എന്താ പറയുക, എനിക്കിഷ്ടമാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ എനിക്കിഷ്ടമാണെന്നുള്ള രീതിയിൽ മാറിയത് തന്നെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുകയും എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ ഫുഡിൽ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമാണ് എനിക്ക് പല ചേഞ്ചസും വന്നത്. കാരണം എനിക്കൊരു ടിപ്സോ പുള്ളപ്പോ മര്യാദയ്ക്ക് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലാതെ എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ അതല്ല. ഞാൻ ടിപ്സും പുള്ളപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 3 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇന്ന് പോയിട്ട് നാളെ നമുക്ക് ജിമ്മിൽ പോയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നവരാണ് പലരും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടിട്ട് ഞാൻ 3 വർഷം എടുത്തതാണെങ്കിൽ ചിലപ്പോൾ അതിലും കുറവ് ചിലപ്പോൾ മാസങ്ങളെടുത്തിട്ട് ഇതൊക്കെ സാധിക്കുന്നവരുമുണ്ട്. പക്ഷെ എനിക്ക് ഒരു 3 മാസത്തെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞാൻ ഈ കാണുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ മാത്രം. അപ്പോൾ എല്ലാത്തിനും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനോട് തന്നെയാണ്. സാധിച്ചാൽ എല്ലാവർക്കും പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ, അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കണ്ട. കാരണം നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല. കാരണം എനിക്ക് മാറണം എന്ന് ഞാൻ വിചാരിച്ചതിന് ശേഷമാണ് എനിക്ക് അതൊരു ചേഞ്ച് എൻ്റെ ലൈഫിൽ വരുത്തണം എന്ന് തോന്നിയത്. അല്ലാതെ മറ്റൊരാൾ നമ്മളെ ഫോഴ്സ് ചെയ്തോ അല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഫ്രണ്ട്സ് പോയി ജിമ്മിൽ പോയി അതുകൊണ്ട് ഞാനും പോയി എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അവർ നിർത്തുമ്പോൾ നമുക്കും മടിയാവും. അപ്പോൾ നമ്മൾക്ക് ഒരു വിശ്വാസം വേണം നമ്മളിൽ തന്നെ. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എല്ലാം നടത്തിയെടുക്കാൻ പറ്റും എന്ന് സാധിച്ച ഒരു മീൻസ് എനിക്ക് എൻ്റെ ഒരു ലെവലിൽ എനിക്ക് എത്താൻ പറ്റിയെന്നാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതായിരിക്കും. കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.